CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ മണ്ണിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC നേരിട്ടിട്ടുണ്ടായിരുന്നപ്പോൾ സമനിലയിലായിരുന്നു മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. ആദ്യത്തെ ഒരു അപ്ഡേറ്റായി നമ്മൾ കണക്കാക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ പരിശീലകനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള പുരുഷോത്തമൻ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് ആയി നമ്മൾ കണക്കാക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ സൂപ്പർ താരം ഇന്നത്തെ മത്സരത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. നമുക്കറിയാം ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് അടുത്ത സീസണിൽ സെർജിയോ ലൊബേര എന്നുള്ള ഒഡീഷ FCയുടെ നിലവിലെ പരിശീലകൻ കോൺട്രാക്ട് സൈൻ ചെയ്യുമെന്നും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിക്കൊണ്ട് സെർജിയോ ലൊബേര വരുമെന്നൊക്കെ 3 വർഷത്തിലെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് എന്നൊക്കെ ആയിരുന്നു മനോരമ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അതിനെ തുടർന്നുകൊണ്ട് പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മെർഗുലോ ഒരു ട്വീറ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും മാർക്കസിന്റെ റിപ്പോർട്ട് ഈ പ്രകാരം, മാർക്കസിനോട് ഒരാൾ ചോദിച്ചത് ഈ പ്രകാരമാണ്: സെർജിയോ ലൊബേര കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് വരുമോ? ഈ ഒരു അഭ്യൂഹങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത്. ഏതായാലും മാർക്കസ് അതിന് പ്രതികരിച്ചിട്ടുള്ളത് ഈ പ്രകാരമാണ്: സെർജിയോ ലൊബേര ഒഡീഷ FCയുമായി മറ്റൊരു സീസണിലേക്ക് കൂടി കരാർ പുതുക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി അദ്ദേഹം ഒന്നും സമ്മതിച്ചിട്ടില്ല എന്നും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാഹോ ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ആരുടേതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുക? ഒരു ആരാധകൻ എന്ന നിലയിൽ എനിക്കും ഇപ്പോൾ സംശയകരമാണ്. ഏതായാലും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ഇതിനോടനുബന്ധിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള പുരുഷോത്തമൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഏതായാലും പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഞങ്ങൾ ഒരു പോസിറ്റീവ് വെളിച്ചത്തിലാണ് നിലവിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതുപോലെ തന്നെ കടന്നു പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു ലീഗിൽ നമുക്ക് എല്ലാം നേടാനാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ക്രെഡിറ്റും കളിക്കാർക്കുള്ളതാണ്. ഒരു പരിശീലക സ്റ്റാഫ് എന്ന നിലയിൽ ഏത് നെഗറ്റീവ് സംഭവിച്ചാലും അത് ഞങ്ങളുടെ തെറ്റ് തന്നെയാണ്. എല്ലാ പോസിറ്റീവും ഞങ്ങളുടെ ക്രെഡിറ്റുമാണ്. കൂടാതെ തന്നെ ഞങ്ങൾ നന്നായി ഈ ഒരു മത്സരം കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെ നല്ല രീതിയിൽ പ്രതിരോധിച്ചിട്ടുമുണ്ട്. കൂടാതെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഈ ഒരു ടീമിൽ കോറോ സിംഗ് എന്ന ഈ ഒരു യുവ താരത്തെക്കുറിച്ചാണ്. അധികം പരിചയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് മികച്ച പെർഫോമൻസ് മാത്രമാണ് ഈ ഒരു സീസണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ദേശീയ ടീമിലേക്ക് കളിക്കാരെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഏതായാലും ഇനിയും നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള കളിക്കാർ വരാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായിട്ടുള്ള ടി.ജി. പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് തന്റെ ഡെബ്യൂ മാച്ചിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്ന ലഗാട്ടോർ ഈ ഒരു മത്സരത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഏതായാലും ലഗാട്ടോർ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: എന്റെ അരങ്ങേറ്റ മത്സരത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം തന്നെയുണ്ട്. പക്ഷേ ഞങ്ങൾ വിജയിക്കാത്തതിൽ ഞാൻ സന്തുഷ്ടനല്ല. ഏതായാലും ആദ്യ മത്സരത്തിൽ തന്നെ എനിക്ക് വളരെയധികം നല്ല അഭിപ്രായം തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാമാണ് ആദ്യ മത്സരത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ ഡെബ്യൂ മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ മോണ്ടിനിഗ്രം മിഡ്ഫീൽഡർ ആയിട്ടുള്ള ലഗാട്ടോർ പറഞ്ഞിട്ടുള്ളത്. ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ഈ ഒരു അവസാനമായപ്പോഴേക്കുമാണ് പഠിച്ചു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ 9 പ്ലേയേഴ്സിനെ വെച്ചും ഇന്നലെ 10 പ്ലേയേഴ്സിനെ വെച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC നല്ല രീതിയിൽ പൊരുതിക്കൊണ്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നലത്തെ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലെ സൂപ്പർ താരമായിട്ടുള്ള ഐബൻ ഡോഹ്ലിങ്ങിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റെഡ് കാർഡ് പിൻവലിച്ചുകൊണ്ട് അത് യെല്ലോ ആക്കിക്കൊണ്ട് ഈ ഒരു മത്സരത്തിലും അദ്ദേഹത്തെ ഇറക്കുകയായിരുന്നു. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലും അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ റെഡ് കാർഡ് കിട്ടി. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിലൊന്നും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ലെവലിൽ ഉണ്ടാവുകയില്ല. ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഐസ്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.